സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഉദുമ, തൃക്കരിപ്പൂർ. ആദ്യമായി തന്നെ നമുക്ക് ഉദുമ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു, UDF സ്ഥാനാർത്ഥി നീലകണ്ഠൻ, NDA സ്ഥാനാർത്ഥി BJPയിലെ മാലോത്ത് മനുലാൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അന്ന് LDF സ്ഥാനാർത്ഥിയായ CH കുഞ്ഞമ്പു 47.7% വോട്ട് വിഹിതം നേടി ഇവിടെ ഒന്നാം സ്ഥാനത്തെത്തി. രണ്ടാം സ്ഥാനത്തെത്തിയ UDF സ്ഥാനാർത്ഥിക്ക് 40%, NDA സ്ഥാനാർത്ഥിക്ക് 12% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ജനവികാരത്തെ നമുക്കൊന്ന് അപഗ്രഥനം ചെയ്യാം. UDFനെ സംബന്ധിച്ചിടത്തോളം അനുകൂല പ്രതികരണങ്ങൾ അല്പം മുമ്പിലാണ്. LDFനെ സംബന്ധിച്ച് പ്രതികൂല അഭിപ്രായങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ അല്പം മുന്നിട്ട് നിൽക്കുന്നു. NDAയുടെ സംബന്ധിച്ചിടത്തോളം ഇതേ സാഹചര്യം തന്നെയാണ് അവിടെ നിലവിലുള്ളത്. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയത്തെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ ഓരോ പാർട്ടിയും എപ്രകാരമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിൽ UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. യുവജന പിന്തുണയുടെ കാര്യത്തിൽ വീണ്ടും UDF LDF 1-2 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. വോട്ടർമാരുടെ വിശ്വാസ്യതയിലും UDF ഒന്നാം സ്ഥാനവും LDF രണ്ടാം സ്ഥാനത്തുമാണ്. നേതൃപാടവത്തിൽ ഇവിടെ LDF ഒന്നാം സ്ഥാനത്തും എന്നാൽ UDF രണ്ടാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഈ ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സെമിയോട്ടിക്ക ഒരു സമഗ്ര അവലോകനം നടത്തിയതിന് ഫലമായി ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉദുമ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. UDF സ്ഥാനാർത്ഥി 42.94% വോട്ടുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേടുവാൻ സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥി 42.16% വോട്ടുകൾ നേടുവാൻ സാധ്യതയുണ്ട്. NDA സ്ഥാനാർത്ഥി തങ്ങളുടെ വോട്ട് വിഹിതത്തിൽ ഒരു വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 15% വോട്ടുകളാണ് അവർ നേടുവാൻ സാധ്യത. ഇനി നമുക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് പോകാം. അവിടെ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ, UDFന്റെ സന്ദീപ് വാര്യർ, 2020 സ്ഥാനാർത്ഥിയായ രവി കുളങ്ങര എന്നിവരാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ M രാജഗോപാൽ, LDF സ്ഥാനാർത്ഥിയായ M രാജഗോപാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഒരു മണ്ഡലമാണിത്. രണ്ടാം സ്ഥാനത്ത് വന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 38%, മൂന്നാം സ്ഥാനത്ത് വന്ന NDA സ്ഥാനാർത്ഥിയായ ഷിബിന് 7% വോട്ടുകളാണ് ലഭിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായത്തെ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഇവിടെ UDF അനുകൂല അഭിപ്രായങ്ങളിൽ ഒരുപടി മുമ്പിലാണ്. LDFും NDAയും അനുകൂല അഭിപ്രായങ്ങളിൽ തൊട്ടുപുറകെ ഒരു ചൂട് പ്രതികൂല അഭിപ്രായങ്ങൾ അവരുടെ ഇരുവരുടെയും കാര്യത്തിൽ അല്പം മുമ്പിലാണ്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങൾ: പ്രാദേശിക വികസനത്തിന് നൽകുന്ന പ്രാധാന്യം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം. ഈ 5 ഘടകങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും എപ്രകാരം മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ ഒന്നാം സ്ഥാനം LDFനാണ്. ഇവിടെ NDA രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നു. യുവജന പിന്തുണയിൽ NDA ഒന്നാം സ്ഥാനത്തും UDF രണ്ടാം സ്ഥാനത്തുമാണ്. വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിൽ UDF മുമ്പിലാണ്, LDF രണ്ടാം സ്ഥാനത്താണ്.
നേതൃപാടവത്തിൽ LDF 1-ാം സ്ഥാനവും UDF 2-ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തുമാണ്. സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലെ സംസാര വിഷയങ്ങളും ജനങ്ങളുടെ ഇടയിലുള്ള അനുകൂലവും പ്രതികൂലവുമായ നിലപാടുകളെ അപഗ്രഥിച്ചുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 48.44% വോട്ടുകൾ നേടിക്കൊണ്ട് LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ ജയിക്കുവാനാണ് അവിടെ സാധ്യത വളരെ കൂടുതൽ. UDF സ്ഥാനാർത്ഥി തൊട്ടുപുറകിലുണ്ട് 46% വോട്ട് വിഹിതത്തോടുകൂടി. NDAക്ക് കാര്യമായ ഒരു നിലവ്യത്യാസം അവിടെ കാണുന്നില്ല. ഏകദേശം 6% വോട്ടുകളാണ് അവിടെ ലഭിക്കുവാൻ സാധ്യതയുള്ളത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.